ആളുകൾ മാത്രമാണ്. ഇത്രയും നാൾ മമ്മൂട്ടി നമുക്ക് നമുക്ക് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഈ പറയുന്നത് പോലെ ആരോഗ്യപരമായ ചികിത്സയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ആയിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം ഇനി ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടിയുടെ പുതിയ സ്റ്റൈൽ എന്തായിരിക്കും എന്നൊക്കെ ഒരു ആകാംക്ഷ അത് കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ക്ലാസ് ലുക്കിലാണ് മമ്മൂട്ടി വീണ്ടും ഈ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ആ ഒരു ക്ലാസ് ലുക്കിൽ ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ച് എന്താണ് മമ്മൂട്ടിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആരാധകർ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ മമ്മൂട്ടി നൽകുന്നു എന്നുള്ളതാണ്. അതാ നമ്മുടെ സ്വന്തം മമ്മൂക്ക സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് സൺഗ്ലാസ് ഒക്കെ വെച്ച് വളരെ സ്റ്റൈലിഷ് ആയിട്ട് എന്നും ആ ക്ലാസും മാസും കാത്തു സൂക്ഷിക്കുന്ന മമ്മൂക്ക അതേപോലെ ഇതാ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വീണ്ടും എത്തുന്നു. അത്യന്തം സന്തോഷം നൽകുന്ന ദൃശ്യമായി ഇത് മാറുകയാണ്. അവിടെ ആരാധകരൊക്കെ ഉണ്ട്, അവരോടൊക്കെ കൈവീശിയാണ് മമ്മൂക്ക അകത്തേക്ക് പോയതല്ലേ? പ്രജിൻ, വളരെ കൂളായിട്ടാണ് മമ്മൂക്ക ഇറങ്ങി വന്നത്. അദ്ദേഹത്തിന് കൂളിംഗ് ഗ്ലാസിനോടുള്ള ക്രൈസ് അത് അദ്ദേഹം തന്നെ പറയുന്നതാണ്. നമ്മൾ എപ്പോഴും മമ്മൂക്കി കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു കൂളിംഗ് ഗ്ലാസ്സിലാണ്. അപ്പോൾ അങ്ങനെ സ്റ്റൈലായി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അല്പം മുടിയൊക്കെ അങ്ങനെ ബാക്കിലോട്ടൊക്കെ വളർത്തി ആ തരത്തിലൊക്കെയാണ് മമ്മൂക്ക ഇറങ്ങി വരുന്നത്. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തിന്റെ ലുക്കുകളും മറ്റുമൊന്നും വ്യക്തമല്ല. പക്ഷേ അതിനപ്പുറം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ആരാധകർക്ക് സന്തോഷിക്കാൻ, അവർക്ക് ആറാടാനുള്ള നിമിഷം കൂടി നൽകണം എന്ന രീതിയിലാണ് മമ്മൂക്ക വന്നത്. അത് മമ്മൂക്കയെ സ്വീകരിക്കാൻ വേണ്ടി വളരെ കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എപ്പോഴാണ് മമ്മൂക്ക പോവുക, ഹൈദരാബാദിൽ എത്തുക എന്നുള്ള കാര്യം ഉറപ്പില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വഴിയിൽ കൈ കാണിച്ച ആളുകൾക്ക് കൈ കാണിച്ച് കൈ വീശി കാണിച്ചാണ് മമ്മൂക്ക വീണ്ടും അകത്തേക്ക് കയറി പോകുന്നതൊക്കെ അതിനുശേഷമായിരുന്നു. എന്തായാലും അദ്ദേഹം തന്നെ വാഹനം ഓടിച്ചു വന്നതാകും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോ, ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യപ്പെടുന്ന വീഡിയോയും ചിത്രവും ഒക്കെ ഇത് തന്നെയായിരിക്കും. കാരണം ഇത് കാണാൻ കാത്തിരുന്നവരാണ്, കഴിഞ്ഞ 7 മാസമായി ഇത് കാണാൻ കാത്തിരുന്നവരാണ്. ഓരോ അപ്ഡേറ്റുകളും കാണാൻ, മമ്മൂക്കയുടെ ഓരോ പോസ്റ്റുകളും കാണാൻ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം ഒരു ബീച്ചിന് സൈഡിൽ നിന്ന്, അതൊരു പ്രൈവറ്റ് ബീച്ച് ആയിരുന്നു, അപ്പോൾ ആളുകൾക്കൊന്നും അദ്ദേഹം ആ ചിത്രം എടുത്തതൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത് പോലും അധികം ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ബീച്ചിൽ നിന്നെടുത്ത ഒരു ചിത്രം മാത്രം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പിന്നാലെ അദ്ദേഹം എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ ഈ പ്രചരിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ, ഇതാണ് മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം നേരത്തെ ആ ചിത്രം പോസ്റ്റ് ചെയ്തപ്പോൾ പലരും പറഞ്ഞത് അത് മുൻപെപ്പോഴെങ്കിലും എടുത്ത ചിത്രമായിരിക്കും, ഇപ്പോഴും മമ്മൂക്ക ഇങ്ങനെ തന്നെയാണോ, അസുഖം അദ്ദേഹത്തിനെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടാകില്ലേ, അതിൽ നിന്നൊക്കെ എത്ര കണ്ട് അദ്ദേഹം റിക്കവറി നടത്തിയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കുറെ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആശങ്കകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. മമ്മൂക്ക ഈസ് ബാക്ക്, അദ്ദേഹം തിരികെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ പ്രേക്ഷകർ, അദ്ദേഹത്തിനെ മമ്മൂക്കയാക്കി മാറ്റിയ, മലയാളത്തിന്റെ സ്വന്തം വല്യേട്ടനാക്കി മാറ്റിയ ആളുകൾക്കിടയിലേക്ക് അദ്ദേഹം വീണ്ടും ഇറങ്ങി വരുന്നു. ഈ 7 മാസം മമ്മൂക്ക എങ്ങനെയാകും കടിച്ചു പിടിച്ചിരുന്നത് എന്നുകൂടി ആലോചിക്കേണ്ടി വരും. കാരണം സിനിമയില്ലാതെ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യനാണ്, അത്രയധികം സിനിമയോട് ഭ്രമമുള്ള മനുഷ്യനാണ് അദ്ദേഹം. 7 മാസമായി ഇങ്ങനെ ചികിത്സയും മറ്റുമൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്നു. അപ്പോൾ ആശങ്കയുണ്ടായിരുന്നു, ആരാധകർക്ക് ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ പല തോതിൽ പല രീതിയിലൊക്കെയുള്ള ആശങ്കകൾ ഉയർന്നതിനിടയിലാണ് എന്തായാലും നാളെ അദ്ദേഹം ഷൂട്ടിംഗ് സെറ്റിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷെ എപ്പോഴേക്കാകും ചെന്നൈയിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുക, ഇനി ചെന്നൈയിൽ വരുന്നതിന് മുമ്പ് കൊച്ചിയിലേക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. എന്നിട്ടാണോ ഇനി അവിടെ നിന്നാണോ എത്തുക എന്ന് തുടങ്ങിയ പല ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും അല്പസമയം മുൻപ് 5:45 കൂടി ഹൈദരാബാദിലേക്ക് തിരിക്കുമെന്നാണ് വിവരം ലഭിച്ചത്. അതിനു മുൻപ് ഏതാണ്ട് ഒരു 5 മണി കഴിഞ്ഞപ്പോഴേക്കും മമ്മൂട്ടി ചെന്നൈ വിമാനത്താവളത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ലുക്ക് എന്താണ് എന്ന് കാണാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. കൂളായി, വളരെ കാമായി, എല്ലാവരോടും ചിരിച്ചു കാണിച്ചുകൊണ്ട് വളരെ ഉന്മേഷവാനായി. അദ്ദേഹത്തിന് ഒരു വലിയ ത്രില്ലുണ്ടാകും. കാരണം ഇത്രയും നാൾ മാറി നിന്നതാണ്, ഇത്രയും നാൾ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് മാറിയിരുന്നതാണ്. ഷൂട്ടിംഗ് സെറ്റുകളൊന്നും കാണാതെ ആക്ഷനും കട്ടിനും ഇടയിലുള്ള ജീവിതമല്ലാതെ മറിച്ച് കുറെ നാൾ ആശുപത്രി ജീവിതം, അതിനുശേഷം വിശ്രമ ജീവിതം, അതൊക്കെയും കഴിഞ്ഞതിന് ശേഷമാണ് മമ്മൂക്ക തിരികെ വരുന്നത്. ആ തിരികെ വരുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രഷ്യസ് ആണ്, അമൂല്യമാണ്, ഒരു തരത്തിലും വിവരിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളുടെ ഒക്കെയും റിയാക്ഷൻ കാണുമ്പോൾ മനസ്സിലാകും എത്രമാത്രം അവരൊക്കെയും എക്സൈറ്റഡ് ആണ് എന്നുള്ളത്. തീർച്ചയായും കൊച്ചിയിലൊക്കെ ആ ദൃശ്യം വീണ്ടും വീണ്ടും അത് നമ്മളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആദ്യം ആ കാർ വന്ന് നിൽക്കുന്നതും അതിൽ നിന്ന് ആ ഫ്രണ്ട് ഡോർ തുറന്ന് ഡ്രൈവർ ഡോർ തുറന്ന് മമ്മൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ കാണുമ്പോൾ ഒറ്റ വാക്കാണ്, ക്ലാസി അല്ലെങ്കിൽ സ്റ്റൈലിഷ്. ഈ വാക്കുകളാണ്, അതിന്നും അത്തരം വാക്കുകൾ ചേർത്ത് വെച്ചാണ് നമ്മൾ മമ്മൂക്കയെ പറയാറുള്ളത്. അതിപ്പോഴും
ഈ 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്താൻ പോകുന്ന സമയത്തും മമ്മൂട്ടി ആ ക്ലാസും ആ മാസും ആ സ്റ്റൈലും അത് അതുപോലെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ചിത്രത്തിനുമുണ്ട് പ്രത്യേകത. അതൊരു ബിഗ് ബഡ്ജറ്റ് വലിയ ചിത്രമാണ്. പാട്രിയറ്റ് എന്ന മഹേഷ് നാരായണൻ ചിത്രമാണ്. അതിൽ മോഹൻലാലുണ്ട്, മമ്മൂട്ടി മാത്രമല്ല മോഹൻലാലുണ്ട്, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ ഒരു വലിയ ചിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ളതും നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.